ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. ഭഗവത്ഗീത വിചാരത്തിന്റെ 102-ാമത്തെ ഭാഗം നമ്മൾ കടക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അധ്യായം 15 പുരുഷോത്തമ യോഗം. പുരുഷോത്തമ യോഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. പുരുഷോത്തമ യോഗം അധ്യായം 15. നമ്മള് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ ഗുണാതീത സ്ഥിതിയിൽ, അതായത് എല്ലാ ഗുണങ്ങൾക്കും അതീതനായി കഴിഞ്ഞാൽ അത് ഭഗവാന്റെ സമമായി തീരുന്നു. പരബ്രഹ്മ പ്രാപ്തി ഉണ്ടാവുന്നു, ബ്രഹ്മരൂപം പ്രാപിക്കുന്നു. ഭഗവാൻ ഗുണാതീതനാണ്. അതുപോലെ ഗുണാതീതനായ ഒരു സാധകൻ യോഗനിഷ്ഠൻ, അല്ലെങ്കിൽ ഒരുപാട് പേരുകൾ പറഞ്ഞല്ലോ, വിശ്വരൂപൻ, വിശ്വപ്രാണൻ, സത്വബുദ്ധി, ബോധം, വസ്തു, ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരേ ഒരു ഭഗവാനെ തന്നെയാണ്. അപ്പം അങ്ങനെ യോഗനിഷ്ഠനായ ഒരാൾക്ക് ഗുണാതീതനായി കഴിഞ്ഞാൽ ആ ബ്രഹ്മരൂപത്തിൽ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഗുണബന്ധ ശേഷമില്ലാത്ത ഈ പരമാത്മസ്ഥിതിയെ ഒന്നും കൂടി വ്യക്തമായിട്ട് വിവരിക്കുവാനാണ് ഭഗവാൻ ഈ അധ്യായം ചെയ്യുന്നത്. അതായത് ഗുണാതീതനായ ഒരു പരമാത്മാവിനെ പുരുഷോത്തമൻ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും പുരുഷൻ ഭഗവാൻ മാത്രമാണ്. അപ്പൊ പുരുഷന്മാരിൽ ഉത്തമൻ ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതുമാണ് ഭഗവാൻ ഗുണാതീതനായ പരമാത്മാവിനെ, പരബ്രഹ്മത്തെ പുരുഷോത്തമൻ എന്നാണ് വിളിക്കുന്നത്. പുരുഷോത്തമ സ്വരൂപം മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ചു കാണിക്കുന്നതാണ് ഈ അധ്യായത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് പുരുഷോത്തമ യോഗം എന്ന് പേരിട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തോടു കൂടി കലർത്തി സത്യസ്വരൂപം വിവരിച്ച ശേഷമാണ് ഭഗവാൻ, അതായത് ഭഗവാനും പ്രപഞ്ചത്തിൽ എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നു എന്ന് വ്യക്തമാക്കിയ ശേഷമാണ് പ്രപഞ്ചത്തിന് അതീതനായ ഭഗവാൻ, പ്രപഞ്ചത്തിനും അതീതനാണ്, ഗുണാതീതനാണ്, മായാതീതനാണ്, എല്ലാത്തിനും അതീതനായ ഏറ്റവും ഉത്കൃഷ്ടനായും അദ്വിതീയനായി നിൽക്കുന്നതാണല്ലോ ഭഗവാൻ, പുരുഷോത്തമൻ. അപ്പം അങ്ങനെ ആ സത്യസ്വരൂപം പറഞ്ഞു തന്ന ശേഷം പ്രപഞ്ചാതീതനായ ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ പുരുഷോത്തമൻ, അദ്ദേഹത്തിനെ പറ്റി ഭഗവാൻ വിവരിക്കുന്നു. ഭഗവാനുവാച. എങ്ങനെയാണ് സത്യസ്വരൂപം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ ഭഗവാൻ ഒരു കമ്പാരിസൺ, ഒരു ഉപമയോട് കൂടിയാണ്, താരതമ്യത്തോടു കൂടിയാണ് അതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു അരയാലായിട്ട് ചിത്രീകരിച്ചിട്ടാണ്, പടർന്ന് പന്തലിച്ച്, പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു അരയാലുമായിട്ടാണ് ഭഗവാൻ അതിനെ താരതമ്യം ചെയ്യുന്നത്. അങ്ങനെ അർജുനനെ കാട്ടിക്കൊടുക്കുവാനാണ് ഭഗവാൻ ഇവിടെ നിൽക്കുന്നത്. ഭഗവാനുവാച. ഊർധമൂലമധശാഖ അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. ഈ പ്രപഞ്ചത്തെ ഊർധമൂലം, അതായത് മുകളിലും താഴെയും വേരോട് കൂടിയ, ഇതും അധശാഖം, ശാഖകളൊക്കെ കീഴിലോട്ടാണ്, വേരുകളൊക്കെ മുകളിലോട്ടും, അവ്യയം അഴിവില്ലാത്തതും, അവ്യയം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കുറവും വരാത്തതായ, അഴിവില്ലാത്തതായ, അശ്വത്ഥം ആയിട്ട് പ്രാഹു സത്യദൃശ്യൻ വിവരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ അപ്പൊ ഒരു അശ്വത്ഥ വൃക്ഷവുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. പക്ഷെ അശ്വത്ഥവൃത്തം എങ്ങനെയാണ്? നമ്മൾ കാണുന്ന അരയാല് പോലെയല്ല. വേരുകൾ മുകളിലും അതിന്റെ ശാഖകളൊക്കെ താഴെയും, അങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തെ മുകളിൽ വേരോട് കൂടിയതും കീഴിൽ ശാഖയോട് കൂടിയതും ഒരു അവ്യയമായ, അതായത് ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഒരു ച്യുതിയും സംഭവിക്കാത്തതായ അരയാലായി സത്യദർശികൾ വിവരിക്കുന്നു. അങ്ങനെയുള്ള ഈ അരയാലിന്റെ ഇലകൾ എന്താണ്? വേദങ്ങളാണ്. ആരാണോ ഈ ഇലകളൊക്കെ വേദങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ അരയാലിനെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്, അങ്ങനെയുള്ള ഒരാളാണ് അറിയേണ്ടതെല്ലാം അറിഞ്ഞവൻ. അറിയേണ്ടതെല്ലാം അറിഞ്ഞവൻ ആരാണ്? ജ്ഞാനി.
അപ്പം ഈ പ്രപഞ്ചത്തിന്റെ ഈ ഘടനയെ ശരിയായിട്ട് മനസ്സിലാക്കിയ ഒരാളെയാണ് അറിയേണ്ടതെല്ലാം അറിഞ്ഞവൻ അല്ലെങ്കിൽ ജ്ഞാനി എന്ന് വേദവിത്ത് എന്ന് പറയുന്നത് അതാണ്. വേദവിത്ത് എന്ന് വെച്ചാൽ അറിയേണ്ടതൊക്കെ അറിഞ്ഞയാൾ. സത്യസ്വരൂപത്തിൽ പ്രതിഭാസിക്കുന്ന ഈ പ്രപഞ്ചത്തെ എന്ന് വെച്ചാൽ എന്താണ്? സത്യസ്വരൂപത്തിന്റെ പ്രതിബിംബമായിട്ട് അതിൽ പ്രതിഭാസിക്കുക എന്ന് വെച്ചാൽ അതിൽ ഒരു കണ്ണാടി പോലെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഈ പ്രപഞ്ചത്തെ ഭഗവാന്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഒരേ അരയാൽ വിശ്വവുമായിട്ടാണ് സത്യദർശികൾ ഉപമിക്കുന്നത്. പക്ഷേ മുകളിലാണ് ഇതിന്റെ വേര്. യോഗമായയുടെ മൂടുപരം ധരിച്ച ബ്രഹ്മമാണല്ലോ പ്രപഞ്ച വൃക്ഷത്തിന്റെ വേര്. പ്രപഞ്ചം എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ വേര് എങ്ങനെയാണ്? ഭഗവാന്റെ തന്നെ മായയാണ്, ഭഗവാന്റെ തന്നെ യോഗമായയാണ് ഈ പ്രപഞ്ചം എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ബ്രഹ്മം പൂർണ്ണമായ സത്യവസ്തുവാണ്. ബ്രഹ്മപ്രാപ്തിയാണ് ജീവിത സാഫല്യം എന്ന് പറയുന്നത്. അതായത് ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം, ജന്മസാഫല്യം എന്നൊക്കെ പറയുന്നത് ഈ സത്യാവസ്ഥ ബ്രഹ്മപ്രാപ്തിയെ നേടുന്നതാണ്. അപ്പോൾ ജീവിത ലക്ഷ്യമായ ഉന്നത സ്ഥാനം ബ്രഹ്മപ്രാപ്തി ആയതുകൊണ്ട് പ്രപഞ്ചമാകുന്ന അരയാലിന്റെ വേരുകൾ മുകളിലാണെന്ന് പറഞ്ഞത്. കാരണം ഒരു വൃക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? വേരാണ് അല്ലെ. അതുകൊണ്ട് ശാഖകളൊക്കെ താഴോട്ട്. അതിന്റെ അർത്ഥം എന്താണ്? മഹത്തത്വം, അഹങ്കാരം, അന്ധകരണം, ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ ഇതെല്ലാം സമ്മേളിച്ചിട്ടുണ്ടായതാണ് പ്രപഞ്ചം അല്ലേ. ഭഗവാൻ ഇതിലൊന്നും സാക്ഷിയാണ്, ഭഗവാൻ ഇതിലൊന്നുമില്ല. ഭഗവാന്റെ മായയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് കൊമ്പുകൾ കീഴോട്ടാണെന്ന് വിവരിച്ചിരിക്കുന്നത്. ഈ അരയാലിന് യാതൊരു ച്യുതിയും സംഭവിക്കില്ല. സത്യസ്വരൂപത്തിലെ പ്രതിഭാസമായതുകൊണ്ട് പ്രപഞ്ചവൃക്ഷത്തിനും സത്യസ്വരൂപനായ ഭഗവാൻ ഒരു ച്യുതിയുമില്ല. അതുകൊണ്ട് ഭഗവാന്റെ പ്രതിഭാസമായതുകൊണ്ട് ഈ പ്രപഞ്ചത്തിനും ച്യുതി ഉണ്ടാകുന്നില്ല. പക്ഷേ അങ്ങനെ പ്രപഞ്ചത്തിന് ചുഴിയില്ലെങ്കിൽ പിന്നെ മോക്ഷത്തിന്റെ പ്രസക്തി എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയണു, സത്യത്തെയും സത്യത്തിലെ പ്രതിഭാസമായ പ്രപഞ്ചത്തെയും ചിലർ രണ്ടായിട്ട് കാണുന്നു. എങ്ങനെയാണ് രണ്ടായിട്ട് കാണുന്നത്? സൂര്യനെയും സൂര്യകിരണങ്ങളെയും പോലെ. സൂര്യൻ ഉണ്ടെങ്കിൽ സൂര്യകിരണം കൂടിയേ തീരൂ, സൂര്യകിരണം ഉണ്ടെങ്കിൽ സൂര്യനും ഉണ്ട് അവിടെ. അത് അഭേദ്യമല്ലേ. അപ്പോ അതുപോലെയാണ് രണ്ടായി. പക്ഷെ നമ്മൾ സൂര്യനെയും സൂര്യകിരണങ്ങളെയും രണ്ടായിട്ട് കാണുന്നത് എങ്ങനെ? അതുപോലെയാണ് ഇതിനെ രണ്ടായിട്ട് കാണുന്നത്, പ്രപഞ്ചത്തെയും ഭഗവാനെയും എന്ന് പറയുകയാണ്. അതുപോലെ ചിലർ സത്യസ്വരൂപത്തെയും അതിലെ പ്രഭാസമായ പ്രപഞ്ചത്തെയും രണ്ടായി കാണുന്നു. അത് ഒന്നായി കാണുന്ന ആ കാഴ്ചയിൽ ഭിന്നമായ പ്രപഞ്ചം അവർക്കില്ലാതെയാകുന്നു. അതാണ്. അപ്പൊ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം എന്നവർ മനസ്സിലാക്കുന്നു. അങ്ങനെ കാണുന്നവർക്ക് സൂര്യനിൽ നിന്നും വേറിട്ട് കിരണങ്ങളില്ല. സൂര്യൻ തന്നെയാണ് കിരണം, കിരണം തന്നെയാണ് സൂര്യൻ. അല്ലെങ്കിൽ തിരമാല തന്നെയാണ് സമുദ്രം, സമുദ്രം തന്നെയാണ് തിരമാല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെ സത്യസ്വരൂപവും, അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ അറിവ്, രണ്ടും തമ്മിൽ യാതൊരു ഭിന്നതയും ഇല്ല എന്നുള്ള അറിവിനാണ് മോക്ഷം എന്ന് പറയുന്നത്. അതായത് ആ മോഹം ക്ഷയിക്കുകയാണ്. നമ്മുടെ മോഹം കൊണ്ടാണ് നമ്മൾ രണ്ടായി കാണുന്നത്. ആ മോഹം നമുക്ക് ക്ഷയിക്കുമ്പോൾ മോക്ഷമായി. അതാണ് മോഹക്ഷയം മോക്ഷം എന്ന് പറയുന്നത്. രണ്ടായി കണ്ടാലും ഒന്നായി കണ്ടാലും സൂര്യനും കിരണങ്ങളും ഒരുപോലെ സത്യസ്വരൂപവും പ്രപഞ്ചവും ഉള്ളത് തന്നെ. സത്യസ്വരൂപത്തിന് അഴിവില്ലാത്തത് കൊണ്ട് പ്രതിഭാസത്തിനും അഴിവുണ്ടാകാൻ സാധിക്കില്ല. അതുകൊണ്ട് പിന്നെ എല്ലാം സത്യസ്വരൂപത്തിൽ എപ്പോഴും ഉള്ളത് കൊണ്ട് അറിവിന്റെ അല്പത്വവും പൂർണ്ണത്വവുമാണ് ബന്ധമോക്ഷങ്ങളുടെ നിയമഘടകങ്ങൾ. എങ്ങനെയാണ് മോക്ഷം കിട്ടുക? ഈ പ്രപഞ്ചത്തെയും ഈശ്വരനെയും പറ്റിയുള്ള നമ്മുടെ അറിവ്, അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മോക്ഷമായി. അതിൽ വിഭിന്നതകൾ കാണുമ്പോൾ നമുക്ക് മോക്ഷമില്ല. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞത്. അപ്പൊ പുണ്യപാപങ്ങളെയും കർമ്മങ്ങളെയും അവയുടെ ഫലങ്ങളായ ലോകങ്ങളെയും വിവരിക്കുന്ന ഋഗ്, യജുർ, സാമ, അഥർവ വേദങ്ങൾ ഈ അരയാലിന്റെ ഇലകളാണ്. ഈ ഭഗവാൻ പറയുന്ന ഈ അരയാലിന്റെ ഇലകളൊക്കെ എല്ലാ വേദങ്ങളുമാണ്. കർമ്മങ്ങളും കർമ്മഫലങ്ങളും വൃക്ഷത്തിന്റെ ഇലകൾ പോലെ കിളിർത്തും കൊഴിഞ്ഞും മാറി മാറി വരുന്നവയാണ്. പിന്നെ വൃക്ഷത്തിന്റെ ഇലകൾക്ക്, വൃക്ഷത്തിന് മാറ്റമില്ലെങ്കിലും വൃക്ഷത്തിന്റെ ഇലകൾ പൊഴിഞ്ഞു വീണോണ്ടിരിക്കുമല്ലോ, പുതിയത് വന്നുകൊണ്ടിരിക്കും ഇല്ലേ. അതുപോലെ അവയെ പ്രതിപാദിക്കുന്ന വേദങ്ങളെ ഇലകളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഭഗവാൻ സത്യലോകം തുടങ്ങി പിന്നെ സൂക്ഷ്മ ശരീരങ്ങളായ ശാഖകൾ തൃഷ്ണാജലം കൊണ്ടാണ് ഇതിനെ നനയ്ക്കപ്പെടുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളും വിഷയങ്ങളുമാണ് തളിരുകൾ.
സ്തുതി സ്മൃതി വിദ്യകളാണ് ഇലകൾ. യജ്ഞം, ദാനം, തപസ് മുതലായ ക്രിയകളാണ് പുഷ്പങ്ങൾ. സുഖദുഃഖാനുഭവങ്ങളാണ് ഫലങ്ങൾ. തൃഷ്ണാജലം ഒഴിച്ചു വളരുന്തോറും ദൃഢമായി വളർന്ന് പടർന്ന് പന്തലിക്കുന്നു. സത്യലോകം തുടങ്ങിയ ലോകങ്ങൾ, ബ്രഹ്മാവ് തുടങ്ങിയ പക്ഷികൾ ഇതിൽ കെട്ടിയിരിക്കുന്ന കൂടുകളാണ്. അതായത് ഈ ലോകങ്ങളൊക്കെ ബ്രഹ്മാവ് ആദിയായ പക്ഷികൾ അവരുടെ കൂടുകളാണെന്നാണ് പറയുന്നത്. ജീവജാലങ്ങളുടെ സുഖാനുഭവങ്ങളിൽ പ്രകടമാകുന്ന സന്തോഷം, സന്താപം എന്നിവ ഉളവാക്കുന്ന നൃത്യം, ഗീതം, വാദ്യം, അട്ടഹാസം, അലർച്ച, വിലാപം, പലേത് നമ്മൾ തുള്ളിച്ചാടും പൊട്ടിക്കറിയും അങ്ങനെയുള്ള എല്ലാ വികാര വിക്ഷോഭങ്ങളും അതൊക്കെ ഈ കാറ്റ് തട്ടി ചലിക്കുമല്ലോ, ഇലകൾ ഇങ്ങനെ ചലിക്കുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. ഇടതടവില്ലാത്ത ജന്മജരാമരണ അനർത്ഥങ്ങൾ ഇതെല്ലാം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു. സത്യമറിയാത്ത മിഥ്യാബുദ്ധികൾക്ക്, നൂറുകണക്കിന് സങ്കല്പങ്ങൾക്കും സംശയങ്ങൾക്കും ഇത് സദാ പിന്നെ ഹേതുഭൂത. ആരാണ്? ആലല്ല. ആല് പ്രതിനിധീകരിക്കുന്ന പ്രപഞ്ചത്തെയാണ്. പ്രപഞ്ചത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സത്യമറിയാത്തവർ ഈ പ്രപഞ്ചത്തെ എപ്പോഴും ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പ്രദക്ഷിണം മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അരയാൽ സത്യമറിഞ്ഞവർക്ക് കാനൽ ജലം പോലെയോ ഗന്ധർവ നഗരം പോലെയോ അർത്ഥശൂന്യമായി അനുഭവപ്പെടുന്നു. അതായത് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ വെള്ളമില്ലെന്ന് നമുക്കറിയാം. ആ അറിവിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് കഴിയുന്നു. അതില് കാനൽ ജലം കണ്ടാൽ അതിന്റെ പിന്നെ പായിയൊന്നുമില്ല. പ്രപഞ്ചമാകുന്ന അശ്വത്ഥത്തിന്റെ മൂലകാരണം ബ്രഹ്മമാണെന്ന് പറഞ്ഞു. ഈ വൃക്ഷത്തിൽ എന്തുമാത്രം വിസ്തൃതിയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോ ബ്രഹ്മമെന്ന മൂല കാരണമല്ലാതെ ഇതിന് വേറെയും വല്ലതുമുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഭഗവാൻ ഇനി ഉത്തരം പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അധശോർത്ഥം പ്രസുതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാല അധശ്ച മൂലാനനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഗുണപ്രവൃദ്ധ, ഗുണങ്ങൾ ഏതൊക്കെയാണ്? സത്വം, രജസ്, തമസ് എന്ന ത്രിഗുണങ്ങളിലൂടെയാണ് ഇത് പടർന്ന് പന്തലിക്കുന്നത്. വിഷയപ്രവാള, വിഷയങ്ങൾ എന്തൊക്കെയാണ്? ശബ്ദം, സ്പർശ, രൂപഗന്ധാദികൾ, അതാണ് വിഷയം. അതാണ് ഇതിന്റെ തളിരുകള്. അപ്പൊ അതിന്റെ പിന്നെ പടർന്നു പന്തലിക്കുന്ന എന്തുകൊണ്ടാണ്? സത്വം, രജസ്, തമസ് എന്നിവ കൊണ്ട്. അതിന്റെ പിന്നെ പൊട്ടിമുളയ്ക്കുന്ന വിഷയങ്ങളാകുന്ന തളിരുകളാണ്. വിഷയങ്ങൾ എന്ന് വെച്ചാൽ ശബ്ദ സ്പർശങ്ങളായ അതാണ് തസ്യ, ഈ പ്രപഞ്ചം എന്ന അരിയാലിന്റെ ശാഖകളോ പിന്നെ സദാ പൊട്ടിമുളയ്ക്കുന്നതായ രൂപഗന്ധങ്ങൾ എന്ന വിഷയങ്ങളാകുന്ന തളിരുകൾ, സദാ പൊട്ടിമുളയ്ക്കുന്നതായ പ്രപഞ്ചമെന്ന അരയാലിന്റെ കൊമ്പുകൾ താഴെയും മുകളിലുമായി വ്യാപിച്ചു കിടക്കുന്നു. മനുഷ്യലോകെ, നരലോകത്തിലെ കർമ്മബന്ധീനി, പ്രവൃത്തികളെ തുടർന്നുണ്ടാകുന്ന മൂലാനി, അപ്രധാന കാരണങ്ങളായ ഇതിന്റെ വേരുകൾ, അഥാ പ്രധാന വേരിന്റെ താഴെയുള്ള അവ്യക്ത തലത്തിൽ തന്നെ അനുസന്ധതാനി, അടുക്കടക്കായി അടിഞ്ഞുകൂടാൻ ഇടവരുന്നു. അതായത് സത്വം, തമസ്, രജസ് എന്നീ ത്രിഗുണങ്ങളിലൂടെ പടർന്ന് പന്തലിക്കുന്നവയും ശബ്ദ സ്പർശ രൂപ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിലാകുന്ന തളിരുകൾ സദാ പൊട്ടിമുളയ്ക്കും. നമ്മൾ അരയാൽ വൃക്ഷം നോക്കി അറിയാം, എപ്പോഴും അതിൽ തളിരുണ്ടാവും. തളിരുകൾ പൊട്ടിമുളയ്ക്കുന്നതുമായ പ്രപഞ്ചമെന്ന അരയാലിന്റെ കൊമ്പുകൾ താഴെയും മുകളിലുമായി വ്യാപിച്ചു കിടക്കുന്നു. നരലോകത്തിലെ പ്രവൃത്തികളെ പിന്തുടർന്നുണ്ടാകുന്ന അപ്രധാന കാരണങ്ങളായ ഇതിന്റെ വേരുകൾ പ്രധാന വേരിന്റെ താഴെയുള്ള അവ്യക്ത തലത്തിൽ അടിഞ്ഞുകൂടാൻ ഇടവരുന്നു. അധശ്ച മൂല്യന്യാൻ അനുസന്ധതാനി, അതിൻ്റെയാണ് അർത്ഥം. പ്രപഞ്ചമാകുന്ന അരയാലിന്റെ ശാഖകളാണ് ഈ ലോകങ്ങൾ. 14 ലോകങ്ങളുണ്ടല്ലോ. ആ 14 ലോകങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് താഴെയും മുകളിലുമായിട്ട് ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഭൂമിയുടെ താഴെ 7 ലോകം, ഭൂമിയുടെ മുകളിൽ 6 ലോകം, ഭൂമി നടുവില്. അങ്ങനെ താഴെ നിന്നും ക്രമമായി പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം, അതലം. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂതലം, ഭൂമിയായി. ഭൂമിക്ക് മുകളിലോ നഭസ്ഥലം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. സത്യലോകമാണ് ബ്രഹ്മാവിന്റെ സ്ഥലം. അപ്പോ ഇങ്ങനെ 14 ശാഖകളുണ്ടെന്ന് കരുതപ്പെടുന്നു. സത്യാനുഭവത്തിന്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചാണ് ഇവയുടെ താഴ്ചയും ഉറച്ചയും നിർണയിക്കുന്നത്.
ഉയർന്നുയർന്ന് സ്ഥിതി ചെയ്യുന്ന ലോകങ്ങളിൽ സത്വഗുണാഭിവൃദ്ധി മൂലം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സത്വഗുണാദികൾക്ക് പുണ്യലോക പ്രാപ്തി ഉണ്ടാവും. പുണ്യലോകങ്ങളൊക്കെ ഭൂമിക്ക് മുകളിലാണ്. അധോലോകങ്ങളൊക്കെ ഭൂമിക്ക് താഴെയുള്ളതാണ് അധോലോകങ്ങൾ. അപ്പം ഈ ശാഖകളെ ഗുണഘടന കൊണ്ട് പന്തലിച്ചു നിർത്തിയിരിക്കുന്നു. സത്വഗുണികൾ ഉയർന്ന ലോകങ്ങളിലും രജോ ഗുണികൾ മധ്യലോകങ്ങളിലും തമോ ഗുണികൾ അധമ ലോകങ്ങളിലും ചെന്ന് ചേരുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. പ്രപഞ്ചമാകുന്ന ഈ അരയാലിന്റെ പൂർണ്ണ രൂപം കാണാൻ പറ്റുമോ എന്നാണ് പിന്നെ അർജുനൻ ചോദിക്കുന്നത്. അതിന്റെ നാരായ വേര് കണ്ടുപിടിക്കുക. നാരായ വേരെന്ന് എന്താണ്? ഒരെണ്ണത്തിന്റെ പിന്നെ പ്രധാനപ്പെട്ട വേരിനാണ് നാരായ വേരെന്ന് പറയുന്നത്. പിന്നെയുള്ള വേരുകളൊക്കെ ശാഖാവേരുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ബോട്ടണിയിലൊക്കെ അല്ലെ. അത് കണ്ടെത്തിയാലുള്ള പ്രയോജനം എന്താണ്? അതായത് അരയാലിന്റെ പൂർണ്ണ രൂപം കാണാൻ പറ്റുമോ, അതിന്റെ നാരായ വേര് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒരുപാട് വേരുകളില്ലേ. അപ്പൊ അരയാല് നമ്മൾ അല്ലാതെ ഒരു അരയാല് തന്നെ കണ്ടാൽ അറിയാം. അരയാലിങ്ങനെ താഴെ ശാഖകളിൽ നിന്ന് വേരുകൾ വന്ന് 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 വേരേത് മരമേത് ശാഖ ഏതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഏതാണ് ആദ്യം ഉണ്ടായ വേരെന്ന് പറയാൻ പറ്റില്ല. അതാണ് അരയാലിന്റെ ഒരു സ്ഥിതി. അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, അത് കണ്ടെത്തിയാലുള്ള പ്രയോജനം എന്താണ്? ഇപ്പൊ നാരായ വേര് കണ്ടെത്താനുള്ള പിന്നെ വഴി എന്താണ്, അതിന് കണ്ടെത്തിയാൽ തന്നെ പ്രയോജനം എന്താണ്? ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ അതിന് 3നും ഉത്തരം പറയാണ്. ന രൂപമസ്യേഹ തഥോപലഭ്യതേ നാത്തോ ന ചാദിന്ന സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗദാന നിവർത്തന്തി ഭൂയാ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ എത്ത പ്രവൃത്തി പ്രസുതാ പുരാണി. അതായത് ഈ ഭൂമിയിൽ നിന്ന് നോക്കുന്നു, ഭൂമി നടുവിലാണല്ലോ, ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആൾക്ക് പ്രപഞ്ചമാകുന്ന അരയാലിന്റെ മേൽ വിവരിച്ച രൂപം അതുപോലെ പൂർണ്ണമായിട്ട് കാണാൻ കഴിയില്ല. എവിടെ അവസാനിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നില്ല, എവിടെ തുടങ്ങുന്നു എന്നും കാണുന്നില്ല, എവിടെയാണ് ഇത് ഉറച്ചു നിൽക്കുന്നത് എന്നും കാണുന്നില്ല. വിവിധ പ്രകാരത്തിൽ നല്ലതുപോലെ വേരുറച്ചു പോയിട്ടുള്ള പ്രപഞ്ചമാകുന്ന ഈ അരയാലിനെ ഉറപ്പുള്ള നിസ്സംഗായുധം കൊണ്ട് മുറിച്ചു തള്ളണം. എന്നിട്ട് അതിനപ്പുറത്ത് ഏത് സ്ഥാനത്ത് എത്തിയവർ വീണ്ടും അരയാലിലേക്ക് താണിറങ്ങാൻ ഇടയാകുന്നു ആ സ്ഥാനം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഏതൊരു സ്ഥാനത്തു നിന്നും പണ്ടുപണ്ടേ ശക്തി ചലന രൂപമായ കർമ്മം സർവത്ര ആരംഭിച്ചുവോ ആ പരമകാരണമായ ചേതന സത്യത്തെ തന്നെ ഞാൻ സർവഥാ ശരണം പ്രാപിക്കുന്നു എന്ന് അവിടെ അഭയം തേടേണ്ടതാണ്. അതായത് ഈ അരയാലിനെ പറ്റി അറിയുവാനായിട്ട് ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആൾക്ക് പറ്റില്ല. അപ്പം എന്ത് വേണം? തമേവ പ്രപദ്യേ, മേലും കീഴും ശാഖകളും തളരുമുള്ള പ്രപഞ്ചമാകുന്ന അരയാലിന്റെ അപ്രധാന വേരുകളും നാരായ വേരുകളും ഉൾപ്പെടെ പൂർണ്ണമായ രൂപം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂമിയിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിയാൽ ആ പൂർണ്ണമായ രൂപം ആർക്കും ഒരിക്കലും കാണാൻ കഴിയില്ല. എവിടെ തുടങ്ങുന്നുവെന്നോ എവിടെ ഒടുങ്ങുന്നുവെന്നോ ഏതിലാണ് ഉറച്ചു നിൽക്കുന്നുവെന്നോ ഒരു പിടിയും കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഭൗതിക ശാസ്ത്രം, അതായത് നമ്മുടെ സയൻസ്, പുറമെ എത്ര തിരിഞ്ഞിട്ടും പ്രപഞ്ചത്തിന്റെ പരമരഹസ്യത്തെ കുറിച്ച് അവർക്ക് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. എന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും പ്രപഞ്ചത്തിന്റെ കാതലായ പരമരഹസ്യപ്പറ്റി ഇനിയും ഒരു സയന്റിസ്റ്റും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് കണ്ടെത്തുക? കണ്ടുപിടിച്ചവരുണ്ട്. ആരാണ്? യോഗനിഷ്ഠരാണ് ഇത് കണ്ടുപിടിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഇതിന്റെ പൂർണ്ണരൂപം എങ്ങനെ കണ്ടെത്തും? രാഗദ്വേഷമയമായ കർമ്മവാസന രൂപത്തിലുള്ള അതിന്റെ അപ്രധാന വേരുകൾ, അതായത് ശാഖാവേരുകൾ എന്താണ്? രാഗം, ദ്വേഷം, കാമം, ക്രോധം ആദിയായ കർമ്മവാസനകൾ, നമ്മുടെ ഓരോരുത്തർക്കുള്ള കർമ്മവാസനകൾ, അത് 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 അപ്രധാന വേരുകൾ എവിടെയാണുള്ളത്? നമ്മുടെ അന്ധകരണത്തിലാണുള്ളത്. അതുകൊണ്ട് ഉറച്ചു പോയിരിക്കുകയാണ്. ഉറപ്പേറിയ വേരുകളിൽ നിന്നും ഇന്ദ്രിയങ്ങൾ, ദേഹം, ബാഹ്യവിഷയങ്ങൾ എന്നിങ്ങനെ പലതും കിളിർത്ത് തഴിച്ച് ഉറപ്പായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു അരയാലിനെ അല്പാൽപമായി വെട്ടുമാറ്റുന്നത് പോലെ ഇതിനെ വെട്ടുമാറ്റുന്നു. ഒരു അരയാലിനെ, ഒരു തെങ്ങ് മുറിക്കുന്ന പോലെ, ഒരു മാവ് മുറിക്കുന്ന പോലെ ഒരു അരയാലിനെ മുറിക്കാൻ പറ്റില്ല.
അരയാലിന് ഒരുപാട് വേരുകളും ഒരുപാട് ശാഖകളുമാണ്. അത് അങ്ങോട്ട് താഴോട്ടും മുകളിലോട്ടും ഒക്കെ പടർന്നു കിടക്കുകയാണ്. അപ്പൊ അതിനെ മുറിക്കാൻ എന്താണ് ചെയ്യുക? കുറേശ്ശെ കുറേശ്ശെ ഭാഗങ്ങളായിട്ട് അല്പമല്പമായിട്ട് മുറിച്ചുകൊണ്ട് പോകണം. അതുപോലെയാണ് നമ്മുടെ അന്ധകരണത്തിൽ വളർന്ന് പന്തലിച്ച് പടർന്നു നിൽക്കുന്ന കാമക്രോധ ലോഭ മോഹങ്ങളായതും അങ്ങനെയുള്ള കർമ്മവാസനകളൊക്കെ കൊണ്ട് ഉറച്ച വേരുകളാണ്. അതിൽ നിന്ന് ഇന്ദ്രിയം, ദേഹബുദ്ധിയൊക്കെ നമുക്കുണ്ടാവുന്നു. ബാഹ്യ വിഷയങ്ങൾ ഇതെല്ലാം നമുക്കുണ്ടാകുന്നു. അതൊക്കെ തടിച്ച് അങ്ങനെ ഉറച്ച് നമ്മുടെ അന്ധകരണത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെ മാറ്റണം? കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇന്ദ്രിയ നിയന്ത്രണം ചെയ്തിട്ടും അല്പാൽപമായിട്ട് ഒരു അരയാലിനെ വെട്ടിമാറ്റുന്നത് പോലെ നമ്മൾ ഇതിനെ വെട്ടിമാറ്റണം. അതിനുള്ള ആയുധമാണ് നിസ്സംഗത്വം. സംഘം കൊണ്ടാണ്, അതായത് നമ്മൾ കൂടിച്ചേരുന്നത് കൊണ്ടാണ്. എൻ്റെ നിന്റെ എന്ന് പറഞ്ഞ് കൂടിച്ചേരുന്നത് കൊണ്ടാണ് സംഘം എന്ന് പറയുന്നത്. അതിനാണ് ആ സംഘം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ അടിപെട്ട് കിടക്കുന്നത്. അപ്പം അതിനെ വെട്ടിമാറ്റുക എന്നാണ്. നമുക്ക് അരയാലിനെ വെട്ടിമാറ്റാൻ നമുക്കൊരു കോടാലിയോ ഒരു വെട്ടുകത്തിയോ ഉപയോഗിക്കാം. പക്ഷെ ഇതിന് എന്താണ്? നിസ്സംഗത്വമാണ് അതിന്റെ ആയുധം. സംഘം കുറയ്ക്കുക, നിസ്സംഗത്വം പാലിക്കുക. ബാഹ്യ വിഷയ രൂപങ്ങളായ ഗൃഹം, ധനം, ബന്ധു, മിത്രം, എൻ്റേത്, ഇന്ദ്രിയങ്ങൾ, എൻ്റെ സുഖോപകരണങ്ങൾ, ഞാൻ ദേഹമാണ് എന്ന് തുടങ്ങിയ മമതാഭാവങ്ങളും അഹംഭാവവുമാണ് സംഘം. ഞാൻ പറഞ്ഞില്ലേ, സംഘം എന്ന് വെച്ചാൽ അതാണ്, കൂട്ടാണ്. എല്ലാം എൻ്റെ നിന്റെ എന്നുള്ള ഭാവത്തില് അടക്കി പിടിച്ചതെല്ലാം ഇതാണ് സത്യം എന്ന് വിശ്വസിച്ച് നമ്മൾ ജീവിക്കുന്നു. ഇന്ദ്രിയങ്ങളും നമ്മുടെ ദേഹവും ഒക്കെയാണ് സത്യം നമ്മൾ കരുതുന്നു. അതിനാണ് സംഘം എന്ന് പറയുന്നത്. അത് മാറി ഇതൊന്നും ഞാനല്ല, എൻ്റേതുമല്ല എന്ന ഉറപ്പായ അനുഭവത്തിനാണ് നിസ്സംഗത്വം എന്ന് പറയുന്നത്. ദേഹം ഉൾപ്പെടെ ഏത് നിമിഷവും നഷ്ടപ്പോകാവുന്നവ എങ്ങനെ ഞാനും എൻ്റേതുമാവും? ഈ ഞാനും എൻ്റേതെന്ന് പറയുന്ന തന്നെ അവിടെ രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ. എൻ്റെ ബുക്ക് എന്ന് പറയുമ്പോ ബുക്ക് വേറെ, ഞാൻ വേറെ അല്ലേ? എൻ്റെന്ന് പറയുമ്പോ അപ്പൊ അവിടെ ഒരാളവിടെ ഉണ്ട്, അത് അദൃശ്യനായിട്ട്. ആ ആളാണ് നമ്മള് എന്ന് നമുക്ക് അറിയണം. എന്നാൽ നമ്മുടെ തിരിച്ചറിവിനുള്ളതാണ് നിസ്സംഗത്വം എന്നുള്ള ആയുധം. ദേഹം ഉൾപ്പെടെ ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാവുന്നത് എങ്ങനെ എൻ്റേതാവും, ഞാനാകും? അഹംഭാവ മമതാഭാവങ്ങൾ വെടിയുക എന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. ത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ സാരികൾ ഉപേക്ഷിക്കുകയോ നമ്മുടെ കുറെ വസ്തുവകളോ നമ്മുടെ വീടോ നമ്മുടെ സ്ഥലങ്ങളോ ഉപേക്ഷിക്കുന്നൊന്നും ത്യാഗമല്ല. അത് ത്യാഗത്തിലേക്ക് നയിക്കും. പക്ഷേ കാരണം സംഘം കുറയുമല്ലോ. നമ്മളിപ്പോ ഒരാൾക്ക് കുറെ സ്ഥലം കൊടുക്കാൻ തീരുമാനം, ഒരുപാട് പേര് കൊടുക്കുന്നുണ്ടല്ലോ. ഒരുപാട് കുറെ സ്ഥലം നമ്മൾ സമിതിക്ക് എഴുതി കൊടുത്തു, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ സ്ഥലത്തിനോടുള്ള സംഘം കുറഞ്ഞു. അത് നമുക്ക് പ്രയോജനമില്ല. ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് വെച്ച് നമ്മൾ വെച്ചോണ്ടിരുന്ന് നമ്മൾ കൊണ്ടുപോകാനൊന്നും പോണില്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരുപാട് പേരിപ്പോ ഉണ്ട്. പലരും ഒരുപാട് പേരുണ്ട് കൊടുക്കുന്നു. സ്ഥലം സെന്റ് കണക്കിന് ഏക്കർ കണക്കിനൊക്കെ കൊടുക്കുന്നവരും ഉണ്ട്. അവർക്ക് എന്താണ് പറ്റിയിരിക്കുന്നത്? അവർക്ക് അവരുടെ സ്ഥലങ്ങളോടുള്ള മമത പോയി, ആ സംഘം പോയി. അതുകൊണ്ടാണ് അതിനാണ് ഇപ്പൊ അതുപോലെ നമ്മള് മമതാഭാവങ്ങൾ പാടെ നമ്മൾ വെടിയണം. മമതാഭാവം എന്ന് വെച്ചാൽ എല്ലാത്തിനോടും, നമ്മുടെ എല്ലാ വസ്തുക്കളോടും, നമ്മളുടെ തന്നെ ശരീരത്തോടും നമുക്ക് സംഘം പാടില്ല. അതിനാണ് നിസ്സംഗത്വം എന്ന് പറയുന്നത്. അങ്ങനെ നിസ്സംഗത്വം ഉറപ്പിലാക്കാൻ എന്താണ് വേണ്ടത്? ഈശ്വരബുദ്ധി ഉണ്ടാവണം. ഈശ്വരബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സംഘം നമുക്ക് ഇല്ലാതെ ആവുകയുള്ളൂ. ഈശ്വരങ്കിൽ സർവാർപ്പണ ബുദ്ധി വന്ന ഒരാൾക്ക് നിസ്സംഗത്വം ഉറച്ചു കിട്ടും. എല്ലാം ഭഗവാന്റെ തന്നെ. ഭഗവാൻ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എല്ലാം ഭഗവാന്റെ ഇഷ്ടത്തിന് നടന്നോട്ടെ, ഭഗവാന്റെ പ്ലാനൊക്കെ നടക്കട്ടെ, എനിക്കൊരു പ്ലാനുമില്ല എന്ന് പറഞ്ഞ് സർവം നമ്മൾ സമർപ്പിച്ച് മിണ്ടാതിരിക്കുന്നത് മാത്രമാണ് ത്യാഗം. അതിന് മാത്രമാണ് നിസ്സംഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അങ്ങനെ നമ്മെ തന്നെ നമ്മൾ ത്യജിക്കുമ്പം, അതാണ് മഹാബലി ചെയ്തത്. എൻ്റെ ഭഗവാനെ എനിക്ക് ഒന്നുമില്ല, എല്ലാം അങ്ങേരേതാണ് എന്ന് വെച്ചിട്ട് തല കുനിച്ച് അഹം എന്നെ പോലും ഭഗവാന് സമർപ്പിച്ചു. അല്ലാതെ ഭഗവാൻ ചവിട്ടിത്താഴ്ത്തൊന്നും ചെയ്തതല്ല. ഭഗവാന് എൻ്റെ ശിരസ് ഞാൻ കുനിച്ചു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഭഗവാന്റേതായി തീരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നിസ്സംഗത്വം, ത്യാഗം അനുഭവിച്ചത്. മഹാബലി എന്നുള്ള പേര് തന്നെ വന്നു, ഇന്ദ്രദ്യുമ്നൻ എന്നാണ് പേര്. മഹാബലി എന്നുള്ള പേര് കേട്ടത് ഇത്ര വലിയൊരു ത്യാഗം. അവനവനെ ത്യജിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതാണ് അദ്ദേഹം ചെയ്തത്. എല്ലാം നമുക്ക് ത്യജിക്കാം, അവനവനെ എങ്ങനെ ത്യജിക്കും, മറ്റുള്ളവർക്ക് പൂർണ്ണമായിട്ട് എങ്ങനെ വിട്ടുകൊടുക്കും? അതിനാണ് മഹാബലി ചെയ്തത്. അതാണ് അദ്ദേഹത്തിന് മഹാബലി എന്നുള്ള പേര് കിട്ടിയത്. അപ്പൊ ഇങ്ങനെ സർവാർപ്പണ ബുദ്ധി, ഈശ്വരന് സർവം സമർപ്പിക്കുവാനുള്ള ബുദ്ധി വന്നാൽ നമുക്ക് നിസ്സംഗത്വം ഉറച്ചു കിട്ടും. അങ്ങനെ നിസ്സംഗത്വം വരുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ശോകമില്ല, മോഹമില്ല, വിഷമമില്ല, സന്തോഷം
എപ്പോഴും സന്തോഷമായിരിക്കും. ഞാൻ ആത്മാവാണ്, ആനന്ദസ്വരൂപമായ ആത്മസത്യം നമുക്ക് തെളിഞ്ഞു തന്നെ വരും. അപ്പൊ നിസ്സംഗഭാവം വളരെ ത്യാഗത്തിലൂടെ നമ്മൾ നിസ്സംഗഭാവത്തിൽ എത്തുമ്പോൾ നമ്മൾ ആത്മാനന്ദം അനുഭവിക്കും. അതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയണു, നമ്മൾ ഈ ജഡശരീരമെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതോടുകൂടി ജനന മരണ ക്ലേശമൊക്കെ നമുക്ക് അസ്തമിക്കും. അതാണ് മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ജനന മരണങ്ങൾ ആത്മാവിൽ ശക്തി ആരോപിക്കുന്ന കർമ്മങ്ങളാണ്. കർമ്മം എവിടെ തുടങ്ങുന്നു എന്ന അന്വേഷണമാണ് സത്യാന്വേഷണം. ആത്മാവ് തെളിയുന്നതോടെ ബോധാനന്ദഘനമായ സത്യവസ്തുവിൽ ശക്തി ചലന രൂപത്തിൽ ആരംഭിക്കുന്ന കർമ്മമാണ് ജീവന്റെയും ജഗത്തിന്റെയും തോന്നൽ ഉളവാക്കുന്നത്. ചലനം, ഒരു ചലനമാണ് ഈ ലോകമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത്. എന്തിന്റെ തലകം? നമ്മൾ പറഞ്ഞില്ലേ ആവരണം, ആവരണം എന്നൊക്കെ പറഞ്ഞില്ലേ, ആവരണം പിന്നെ അത് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് പ്രപഞ്ചമുണ്ടെന്ന് തോന്നലുണ്ടാവുന്നു. അങ്ങനെയാണ്. സർവത്ര പരമാർത്ഥ ദർശനം നേടിക്കഴിഞ്ഞാൽ ഒരു പുരുഷനെ, ഭഗവാനെ, പുരുഷൻ ഇവിടെ പറഞ്ഞ ഭഗവാനെയാണ്, ആ പുരുഷനെ സർവാത്മന നമ്മൾ ശരണം പ്രാപിക്കുകയാണെങ്കിൽ, നിസ്സംഗത്വം പൂർണ്ണമായിട്ട് വന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ സർവാത്മന ശരണം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് പറഞ്ഞത്. പ്രപഞ്ചവൃക്ഷത്തെ അസംഗശാസ്ത്രം കൊണ്ട് വെട്ടിമാറ്റുന്ന ഒരാൾക്കല്ലാതെ ഈ പരമസത്യം ആർക്കും തെളിഞ്ഞു വരില്ല. ഈ നമ്മുടെ പ്രപഞ്ചവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോകം, ഈ പ്രപഞ്ചത്തെ ഉപേക്ഷിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അരയാലിനെ വെട്ടിമുറിക്കുന്ന, കുറേശ്ശെ വെട്ടിമുറിച്ച് മാറ്റുന്നത് പോലെ നമ്മളുടെ ഈ കർമ്മവാസനകളും നമ്മുടെ ഇന്ദ്രിയങ്ങളും എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് അസംഗം എന്ന് വെച്ചാൽ സംഘമില്ലായ്മ, ആ അസംഗം വരുമ്പോൾ നമ്മൾ നിസ്സംഗത്തിലേക്ക് എത്തും. അങ്ങനെ വരുന്ന ഒരാൾക്ക് മാത്രമേ പരമാത്മാവിനെ അറിയാൻ പറ്റുള്ളൂ. പരമാർത്ഥ സത്യം, ആ സത്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. വേറെ ആർക്കും അത് തെളിഞ്ഞു കിട്ടില്ല. അപ്പം നിസ്സംഗഭാവം വന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാനെ, സത്യത്തെ അറിയുവാനായിട്ട് കഴിയുള്ളൂ. അതാണ് അസംഗശസ്ത്രം. അസംഗശസ്ത്രം എന്ന് വെച്ചാൽ, ശസ്ത്രം എന്ന് വെച്ചാൽ ആയുധം. അസംഗശസ്ത്രം എന്ന് പറഞ്ഞ അംശത്തെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഭഗവാൻ അടുത്തതില്. ആരാണ് പരമസത്യം കണ്ടെത്തുവാൻ കരുത്തൻ എന്ന് പ്രതിപാദിക്കുകയാണ് അടുത്ത പദ്യത്തിൽ. ഓരോരോ കാര്യങ്ങൾ സ്വാമി എത്ര നല്ല ഭംഗിയായിട്ട് ഒരു പാരഗ്രാഫിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനുടൻ തന്നെ ഉത്തരം കൊടുക്കുകയാണ്. ഒരു സംശയം വന്നാൽ ഉടൻ തന്നെ അതിന് ഉത്തരം കൊടുക്കുകയാണ്. നിർമാനമോഹാജിത സംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സജ്ഞൈ ഗച്ഛന്തമൂഢാ പദമവ്യയം തത്. നിർമാനമോഹ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഞാൻ എന്ന അഹംഭാവം, ജഡദൃശ്യങ്ങൾ സത്യമാണോ എന്ന ഭ്രമമില്ല. ജിതസംഗദോഷ, പിന്നെ ജിതസംഗദോഷം എന്ന് വെച്ചാൽ എന്റേതെന്നുള്ള സംഘം, എന്റേത് എന്നുള്ള സംഘഭാവം കൊണ്ട് ഉണ്ടാവുന്നത്. ജഡദൃശ്യങ്ങൾ സത്യമാണെന്ന ഭ്രമം ഇല്ലാത്തവർ, അതാണ് അധ്യാത്മനിത്യ എന്ന് വെച്ചാൽ എന്താണ്? ആത്മാവ് മാത്രമാണ് സത്യമെന്ന് അറിഞ്ഞവർ. വിനിവൃത്ത കാമങ്ങളിലൊന്നും, കാമങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? വിഷയസുഖങ്ങൾ, ഭവ്യ സുഖങ്ങളിലൊന്നും യാതൊരു കൊതിയില്ലാത്തവൻ. സുഖ വിനിർത്തകാമ ദ്വന്ദ്വൈർവിമുക്ത, ദ്വന്ദ്ഭാവങ്ങൾ, അതായത് സുഖം, ദുഃഖം, ഇരുട്ട്, വെളിച്ചം, ഇങ്ങനെയുള്ള ദ്വന്ദ്ഭാവങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ. അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള ദ്വൈതഭാവങ്ങളിലൊന്നും മനസ്സ് ചഞ്ചലമാവില്ല. അങ്ങനെ ഉള്ള ആൾക്ക് അമൂഢ, സത്യബുദ്ധികൾ, അവ്യയം തത്പദം ഗച്ഛതി, നാശമില്ലാത്ത ആ സ്ഥാനത്ത് എത്തിച്ചേരുന്നു. അപ്പൊ എങ്ങനെയുള്ളവരാണ്? ഞാൻ എന്ന അഹംഭാവമോ ദൃശ്യങ്ങൾ സത്യമാണെന്ന ഭ്രമമോ ഇല്ലാത്തവരും, എന്റേതെന്ന സംഘം കൊണ്ടുണ്ടാകാവുന്ന നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യവും നിരാശയും സങ്കടവും ഒക്കെ വരാനുള്ള കാര്യം എന്താണ്? എന്റേന്നുള്ള ഭാവമുള്ളത് കൊണ്ട്. അപ്പം എന്റേതെന്ന സംഘം കൊണ്ടുണ്ടാകുന്നത് കാമക്രോധാദി ചിത്തദോഷങ്ങളാണ്. അതിനെയൊക്കെ ജയിച്ചവർ. ആത്മാവ് മാത്രമാണ് സത്യമെന്ന് ഉറപ്പുള്ളവരും, ഭൗതിക സുഖങ്ങളിൽ ഒന്നും തന്നെ കൊതിയില്ലാത്തവർ, ഒരു ഭൗതിക വസ്തുക്കളോടും ഒരു ആഗ്രഹവുമില്ല, ഒന്നും നേടണമെന്നുമില്ലാത്ത ആളുകൾ അവരും. അങ്ങനെ സുഖം ദുഃഖം എന്ന വിരുദ്ധാനുഭവങ്ങൾ, ദ്വൈതഭാവങ്ങളിലൊന്നും മനസ്സുകൊണ്ട് ചലിച്ചു പോകാത്തവർ. സുഖം വന്ന ചാടിത്തുള്ളി, അസുഖം വന്ന നിരാശരായിട്ട് കടന്ന് കരഞ്ഞു, ഇങ്ങനെയൊന്നുമില്ല. രണ്ടുള്ള സമയത്തും സമനില പാലിക്കും. സമത്വം, മനസ്സിന്റെ മനോനില എപ്പോഴും സമഭാവമായിരിക്കും. അങ്ങനെയുള്ള ചലിച്ചു പോകാത്ത അങ്ങനെയുള്ളവരാണ് സത്യബുദ്ധികൾ എന്ന് പറയുന്നത്.
അങ്ങനത്തെ സത്യബുദ്ധികൾക്ക് നാശമില്ലാത്ത പരമാത്മാവിന്റെ സ്ഥാനത്തെ പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് ചോദ്യം? പരമസത്യം കണ്ടെത്തുവാൻ കരുത്തൻ ആരാണ്? പരമസത്യം കണ്ടെത്തുവാൻ കരുത്തൻ ഇങ്ങനെയുള്ളവരാണ്: അഹംഭാവമില്ലാത്തവർ, ദ്വൈതഭാവങ്ങളില്ലാത്തവർ, ജഡദൃശ്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കാത്തവർ, സംഘം കൊണ്ടുണ്ടാകുന്ന കുറവുകളില്ലാത്തവർ, ഭൗതിക സുഖങ്ങളിലൊന്നും കൊതിയില്ലാത്തവർ, സുഖദുഃഖങ്ങളിലൊക്കെ സമനില പാലിക്കുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് സത്യദർശനത്തിന് പ്രാപ്തിയുള്ളവർ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഗച്ഛന്ത മൂഢ, എവിടെ എത്തിയാൽ ജനനമരണ രൂപമായ സംസാര വൃക്ഷത്തിലേക്ക് പിന്നെ മടങ്ങേണ്ടി, ജനന മരണ വൃക്ഷമായ സംസാര വൃക്ഷം എന്ന് വെച്ചാൽ എന്താണ്? ജനന മരണ ചക്രം, വീണ്ടും ജനിക്കുക വീണ്ടും മരിക്കുക എന്നുള്ള അതിലേക്ക് മടങ്ങി വരാത്തത് എപ്പോഴാണ്? സത്യബോധത്തോടുകൂടി സത്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരവില്ല. ഇടയ്ക്കുള്ള ലോകങ്ങളിൽ എവിടെ പോയി നിന്നാലും നമുക്ക് തിരിച്ച് നമ്മുടെ കർമ്മ വാസനകൾ ബാക്കിയുള്ളത് തീർക്കുവാനായിട്ട് ഭൂമിയിൽ ജനിക്കേണ്ടി വരും. അതാണ്. അപ്പൊ അങ്ങനെ ഇല്ലാത്ത സത്യസ്ഥാനത്തിൽ ആർക്കാണ് എത്തിച്ചേരുവാൻ കഴിയുക? സത്യബുദ്ധികൾക്ക്, അതായത് സത്യം എന്തെന്ന് ഉറപ്പുള്ളവർക്ക് അങ്ങനെയുള്ള ഒരു ലോകത്ത് എത്തിച്ചേരുവാൻ സാധിക്കും. അവരുടെ സത്യാനുഭവം തന്നെയാണ് ആ പദത്തിൽ എത്തിച്ചേരുക. എത്തിച്ചേരുക എന്ന് വെച്ചാൽ ഒരു ലോകത്തിലേക്ക് അങ്ങനെ വിമാനത്തിൽ കയറി പറന്നു പോകുമെന്നല്ല. എന്താണ്? നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ അന്ധകരണത്തിൽ, നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മൾ ആ ഭാവത്തിൽ തന്നെ ഇരിക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ പറയണ അവസ്ഥ, യോഗാരൂഢൻ സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ പറയുന്ന ആ അവസ്ഥ. ഞാൻ എന്ന ദിവബോധത്തിന്റെ സ്ഫുരണ നിമിത്തമാണ് ഈ ഭേദബുദ്ധിക്ക് കാരണം ഉണ്ടാകുന്നത്. ഒരു സത്യാന്വേഷി ആദ്യമായി ചെയ്യേണ്ടത് ഈ ഞാനെന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്ത് മോഹം വെടിയുകയാണ്. അത് കഴിഞ്ഞാൽ തത്വബുദ്ധിയോടെ എല്ലാം ഈശ്വരമയമാണെന്ന് മനസ്സിനെ പഠിപ്പിക്കണം. അത് കഴിഞ്ഞാൽ അഹംഭാവവും മോഹവും കുറയുമെങ്കിൽ എന്റേത് എന്നുള്ള മമത നിശേഷം ഉപേക്ഷിക്കണം. ഞാൻ എവിടെ, എന്റേതെവിടെ, കാമക്രോധ ലോഭമോഹാദികളായ ചിത്തദോഷങ്ങളെല്ലാം നമ്മൾ ഉപദേശിക്കണം. എന്നിട്ട് ഇത്രയൊക്കെ ആവുമ്പോ തന്നെ നമുക്ക് എന്താവും? നമുക്ക് ആത്മാനന്ദം നമ്മുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങും. നമ്മുടെ ഉള്ളില് ആത്മാനന്ദം അങ്ങനെ പെരുകി പെരുകി വരാൻ തുടങ്ങും. അപ്പൊ സർവവും ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞ് ആത്മാവ് മാത്രമാണ് സത്യം എന്നുള്ള ആത്മാനന്ദം അറിഞ്ഞു കഴിയുമ്പോഴാണ് ഭഗവാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ സത്യം എന്താണെന്ന് അതാണ് ആധ്യാത്മ നിത്യത്വം എന്ന് പറഞ്ഞാൽ. നിത്യത്വം എന്ന് വെച്ചാൽ അമരത്വം. ആ നിത്യത്വം, ആധ്യാത്മ നിത്യത്വം എന്ന് പറയുന്നത് ഈ സത്യത്തെ പറ്റിയുള്ള ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ആ സത്യസ്ഥാനത്ത് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദലബ്ധിക്കാണ് ഈ ഒരു ആധ്യാത്മ നിത്യത്വം എന്ന് പറയുന്നത്. ആത്മാനന്ദം കൂടുന്തോറും ഭൗതികമായ സുഖത്തിലുള്ള ആസക്തി നമുക്ക് തന്നെത്താനെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇതിനാണ് വിനിവൃത്ത കാമത്വം എന്ന് പറയുന്നത്. നിവൃത്തം എന്നൊക്കെ അർത്ഥം മനസ്സിലാവും. വിനിവൃത്ത കാമത്വം. കാമത്വം എന്ന് വെച്ചാൽ എന്താണ്? കാമങ്ങൾ, ആഗ്രഹങ്ങൾ, അതിൽ നിന്ന് നിവൃത്തി നേടുക, അതിൽ നിന്നും രക്ഷപ്പെടുക, അതിനെ ഉപേക്ഷിക്കുക. അതാണ് ഈ നിലയിൽ ബാഹ്യമായിട്ട് നമുക്ക് മാനമോ അപമാനമോ ജയമോ പരാജയമോ ശീതം ഉഷ്ണം ഈ ദ്വൈതഭാവങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. നമുക്ക് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ അങ്ങനെയുള്ള ഒരാള്, ആ സത്യ നിലയിൽ എത്തിക്കഴിഞ്ഞ ഒരാൾക്ക് അതിനെപ്പറ്റി ഒന്നും ഒരു വിചാരമില്ല. അപ്പൊ സുഖരൂപത്തിലും ദുഃഖരൂപത്തിലും ഒന്നും മനസ്സ് സദാ തന്നെ സമനില പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഒരു തരത്തിലുള്ള ദ്വൈതഭാവങ്ങളും അങ്ങനെ ഒരാളെ ഒട്ടും എഫക്റ്റ് ചെയ്യില്ല. മനസ്സിന്റെ ഈ സമനില തന്നെയാണ് ബ്രഹ്മപ്രാപ്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പഷ്ടമായി ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ്, ഈ സത്യത്തെ മറ്റൊരു തരത്തിലും പ്രാപിക്കാൻ പറ്റുകയില്ല. ലോകത്തുണ്ടായി മറയുന്ന തേജസ്സുകൾക്കൊന്നിനും ഉണ്ടാകാത്തതും മറയാത്തതുമായ സത്യത്തെ കാട്ടിത്തരുവാൻ കഴിയില്ല. എങ്ങനെയാണ്? ഒരിക്കലും ഉണ്ടാകാത്തതും മറയാത്തതുമായ ഒരു സത്യത്തെ എങ്ങനെ നമുക്ക് കാട്ടിത്തരാൻ പറ്റും? പറ്റില്ല. ഒരു തരത്തിലും ഈ സത്യത്തെ ഇങ്ങനെ ഉള്ള ഉപേക്ഷകളിലൂടെ നിസ്സംഗ ഭാവത്തിലെത്താതെ ഒരിക്കലും പ്രാപിക്കാൻ കഴിയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് സമനില പ്രാപിച്ച് വിനിവൃത്ത കാമത്വത്തോടുകൂടെ, അതായത് ഒന്നിലും മോഹമില്ലാതെ നിസ്സംഗരായിട്ട് എല്ലാ സമനില പാലിച്ചുകൊണ്ട് ആ സത്യജ്ഞാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ന തദ്ഭാസയതേ സൂര്യഃ ന ശശാങ്കോ ന പാവകാ യദ്ഗത്വാ ന നിവർത്തന്തേ തത്ഥാമാ പരമം മമ. ആ അവ്യയപദം
തത് ആ അവ്യയപദം സൂര്യഭാസയതേ, സൂര്യൻ പ്രകാശിപ്പിക്കുന്നില്ല, ന ശശാങ്ക ചന്ദ്രൻ പ്രകാശിപ്പിക്കുന്നില്ല, ന പാവക അഗ്നിയും പ്രകാശിപ്പിക്കുന്നില്ല. യത്തത്വ ഏത് സ്ഥാനത്തെത്തിയാൽ ന നിവർത്തന്തേ പിന്നെ മടങ്ങി വരാൻ ഇടയില്ലാതെ ആകുന്നുവോ അതാണ് പരമകാമം. അതായത് എന്റെ ശുദ്ധമായ രൂപം, സ്വരൂപം എന്ന് ഭഗവാൻ പറയാണ്. അതായത് ആ അവ്യയപദം, ഭഗവാന്റെ ആ അവ്യയപദത്തിന് സൂര്യനെ കൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുവാൻ കഴിയില്ല, ചന്ദ്രൻ അത് പ്രകാശിപ്പിക്കുന്നില്ല, അഗ്നി അത് പ്രകാശിപ്പിക്കുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു മടങ്ങി വരേണ്ട ആവശ്യമില്ല. ജനന മരണ ചക്രത്തിൽ പിന്നെ അങ്ങനെ ഒരു, അതായത് പരമമുക്തി കിട്ടി, ഭഗവാനിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞ ആത്മാവിന് പിന്നെ മടക്കമില്ല, ഭൂമിയിലേക്ക് പിന്നെ മടക്കമില്ല. അതാണ് എൻ്റെ ശുദ്ധമായ സ്വരൂപം എന്ന് ഭഗവാൻ പറയാണ്. അങ്ങനെ മടങ്ങാനിടയില്ലാത്തതായ ആ സ്ഥാനം, അതാണ് എൻ്റെ സ്വരൂപം എന്ന് ഭഗവാൻ പറയുന്നു. തത്ധാമ പരമം മമ. ലോകത്തുള്ള വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്ന മുഖ്യ തേജസ്സുകൾ എന്തൊക്കെയാണ്? സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. ഇവയ്ക്ക് ഒന്നിനും തന്നെ അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന എന്തോ ഒന്ന് വേറെ ഉണ്ട് അല്ലേ? അതിനെ സ്വയം പ്രകാശിക്കുന്നതല്ലല്ലോ, അതിനെ പ്രകാശിപ്പിക്കുന്ന ഒന്ന് അതിന്റെ പുറത്തുണ്ട്. അതാണ് സത്യസ്വരൂപമാണ് അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നത്. ആ സത്യസ്വരൂപത്തെ പ്രകാശിപ്പിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾക്കും കഴിയില്ല. ഇവ ഉണ്ടായി മറയുന്ന തേജസ്സുകളാണ്. ഉണ്ടാകലും മറയലും സ്വകം പ്രകാശിക്കുന്ന സ്വരൂപത്തിൽ പൂർണ്ണമായും ഒഴിഞ്ഞു മാറിയത് അനുഭവിക്കാറാകുമോ ആ സ്ഥാനത്തിന്റെ ശുദ്ധമായ സ്വരൂപം. അതായത് ഭഗവാൻ പരബ്രഹ്മം എന്ന് പറയുന്നത് ഉണ്ടാകുന്നുമില്ല, മറയുന്നുമില്ല, നിത്യസനാതനമായിട്ട് ശാശ്വതമായിട്ട് നിലകൊള്ളുന്ന ഒന്നാണ്. ഈ സൂര്യനും ചന്ദ്രനും അഗ്നിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്, മറയുന്നുമുണ്ടല്ലോ. അങ്ങനെ ഒരു ഭാവം ഭഗവാന്റെ സ്വരൂപത്തിനില്ല. അതാണ് പറയുന്നത്, ഉണ്ടായാലും മറയലും എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു എന്ന് ദൃഢമായി അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധ സ്വരൂപത്തിൽ എത്തിച്ചേർന്നു. സങ്കല്പരഹിതമായ ശുദ്ധബോധത്തിലല്ലാതെ മറ്റൊരിടത്തും ആ അനുഭവം സാധ്യമല്ല. സങ്കല്പങ്ങൾ പൊന്തി മറയുന്നിടത്തോളം ഉണ്ടാകുന്നതായും മറയുന്നതായും തോന്നിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ശുദ്ധബോധം സാക്ഷാത്കരിക്കുന്ന ഒരാൾക്ക് വസ്തു ഒന്നേ ഉള്ളൂ, വസ്തു എന്ന് വെച്ചാൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് തെളിയും. എല്ലാം ഒന്ന് തന്നെയാണ്. ഈ പ്രപഞ്ചവും കാണുന്നതും കാണാത്തതും എല്ലാം ഭഗവാൻ തന്നെയാണെന്ന് അങ്ങനെ ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. വസ്തു ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ ആര് ജനിക്കും, ആര് മരിക്കും? ഇതാണ് എത്തിയാൽ പിന്നെ മടങ്ങലില്ലാത്ത സ്ഥാനം എന്ന് പറഞ്ഞത്. എത്തിയാൽ പിന്നെ മടങ്ങില്ലാത്ത സ്ഥാനം എന്ന് വെച്ചാൽ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം, മുക്തി ലഭിച്ചു കഴിഞ്ഞ ആൾക്ക് പിന്നെ മടക്കമില്ല. ഈ സ്ഥാനത്തെത്തിയാൽ പിന്നെ മുമ്പ് ഉണ്ടെന്ന് തോന്നിയിരുന്ന ജനന മരണങ്ങൾ പോലും ഒരു ഭ്രമമായിരുന്നു എന്ന് മനസ്സിലാകും. പിന്നെയാണോ ഇനിമേൽ ജനന മരണങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്? അതായത് ആ സ്ഥാനത്ത്, അതായത് ആ ബോധസങ്കല്പത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഞാൻ പറയുന്നത് തുര്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മടങ്ങി വരലുണ്ടാവില്ല. ആ അവസ്ഥയിൽ നിന്നൊരു തിരിച്ചു വരവ്, താഴേക്കൊരു നിപതനം, അതായത് ജനന മരണങ്ങളിലേക്ക് വരലോ അങ്ങനെയുള്ളതൊന്നും പിന്നെ ഉണ്ടാവില്ല. വസ്തുതത് ഇതാണെങ്കിൽ സത്യം അറിയുന്നതിന് മുമ്പ് ജനന മരണങ്ങൾ ഉണ്ടെന്ന്, അപ്പൊ അതിനും ചോദിക്കുക, ഇങ്ങനെയാണ് യാഥാർത്ഥ്യം ഇതാണെങ്കിൽ പിന്നെ ജനന മരണങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഭഗവാൻ പറയാണ്, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. അതായത് ജീവലോകേ, മമൈവാംശോ ജീവലോകേ, ജന്തുലോകത്തിൽ, ജീവലോകം എന്ന് വെച്ചാൽ ജീവനുള്ള എല്ലാത്തിന്റെ, അപ്പൊ ജന്തുലോകമാണ്. ജന്തു എന്ന് വെച്ചാൽ മൃഗങ്ങളല്ല, ആനിമൽ കിങ്ഡം എന്നല്ലേ നമ്മൾ ആനിമൽ കിങ്ഡം എന്ന് പറയില്ലേ, അതാ. ജീവഭൂതം, ജീവനായി അറിയപ്പെടുന്ന മമ ഏവ, ആരാണ് ജീവന്? ജന്തുലോകത്തിൽ ജീവൻ എന്ന് പറയുന്ന ആരാണ്? ജീവാത്മാവ്. ആരാണ്? ഭഗവാൻ തന്നെയാണ്. എന്റെ തന്നെ സനാതന അംശമാണ്. സനാതനം എന്ന് വെച്ചാൽ ഒരിക്കലും നാശമില്ലാത്ത അനശ്വരമായ ഞാൻ തന്നെയാണ് ജീവാത്മാവെന്ന് പറയുന്നത്. അപ്പോ എന്റെ അംശം തന്നെയാണത്. പ്രകൃതിസ്ഥാനി, പ്രകൃതി ഭാഗങ്ങളായ മനഃഷ്ടാനി, മനസ്സുൾപ്പെടെ ആ 5 ഇന്ദ്രിയങ്ങൾ, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ചേരുമ്പോൾ 6 ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളെ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകും കൂടെ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൂടെ ഇല്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമോ?
ജന്തുലോകത്തിൽ അതായത് ജീവാത്മാവിന് ഇന്ദ്രിയങ്ങൾ, ഈ 6 ഇന്ദ്രിയങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും. പഞ്ചേന്ദ്രിയങ്ങളും പ്ലസ് മനസ്സുമാണ് 6 ഇന്ദ്രിയങ്ങൾ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത്. പിന്നെ തന്നെ നമ്മൾ വിസ്തരിച്ചാണ് ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, മനസ്സ്, അന്ധകരണം, പിന്നെ ചിത്തം, ബുദ്ധി എന്നൊക്കെ പറഞ്ഞ അതിനെ വീണ്ടും അതിന് 24 ആസ്പെക്ട് ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ബേസിക് ആയിട്ടുള്ള തന്നെ ഭഗവാൻ പറയുന്നത് 6 ഇന്ദ്രിയങ്ങൾ എന്ന്. അപ്പം ജന്തുലോകത്തിൽ ജീവനായി അറിയപ്പെടുന്ന എന്നെ തന്നെ ഒരു ഒഴിവുമില്ലാത്ത, അതായത് സനാതനമായ അംശം, പ്രകൃതി ഭാഗങ്ങളായ മനസ്സുൾപ്പെടെ 6 ഇന്ദ്രിയങ്ങളെ പോകുന്നിടത്തെല്ലാം കൊണ്ടു, അതായത് എന്റെ തന്നെ അംശമായ ജീവാത്മാവ് ഈ 6 കാര്യങ്ങളും കൊണ്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. സംസാര ക്ലേശം, ജനന മരണമില്ലാത്ത ശുദ്ധബോധമാണ് വസ്തു. ജനന മരണാനുഭവം പിന്നെ എങ്ങനെയാണ് ഉണ്ടായത്? ജനന മരണങ്ങൾ ഉണ്ടെന്ന് ഭ്രമിക്കുന്ന ജീവൻ സനാതന സത്യമായ ശുദ്ധബോധത്തിന്റെ അംശം തന്നെയാണ്. പൂർണമായ ശുദ്ധബോധാനുഭവത്തിൽ ജഗത്തോ സംസാര ബന്ധമോ ഉണ്ടായിരിക്കുകയില്ല. അതായത് ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രപഞ്ചവുമില്ല, ജനന മരണങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തും. കാരണം ജനക മഹാരാജാവൊക്കെ ആ ഒരു സ്ഥിതിയിലെത്തിയ ആളാണ്. ലോകത്ത് ജീവിക്കുന്നെങ്കിലും ലോകത്തിൻ്റെതാവുന്നില്ല, ലോകത്ത് തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യും. യോഗനിഷ്ഠന്മാരായ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ലോക നന്മയ്ക്ക് വേണ്ടി അവര് എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവർ പൂർണ്ണമായിട്ടും ആത്മസാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞവരാണ്. അപ്പൊ അവര് ശുദ്ധമായ പൂർണ്ണ ബോധാനുഭവത്തിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജീവന് സംസാര ബന്ധം ഉണ്ടാവുന്നത് എങ്ങനെ? ബോധശക്തിയായ പ്രകൃതി സ്പന്ദിച്ച് മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങൾ ഉൾപ്പെടെ 6 ഇന്ദ്രിയങ്ങൾക്ക് രൂപം കൊടുക്കുന്നു. ഇതിൽ പ്രതിഫലിക്കുന്ന രൂപമാണ് ജീവൻ. ഈ 6 ഇന്ദ്രിയങ്ങളാണ് ജീവന്റെ സൂക്ഷ്മ ശരീരം. അപ്പൊ നമ്മുടെ സ്ഥൂല ശരീരം പോകുന്നിടത്തൊക്കെ സൂക്ഷ്മ ശരീരവും വരണ്ടേ? നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങൾ എന്താണ്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും. കർമ്മേന്ദ്രിയങ്ങളും പ്രാണന്മാരും ഒക്കെ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗങ്ങളാണെന്ന് സയൻസ് തന്നെ തെളിയിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഈ പക്ഷെ അതിന്റെ ബേസിസ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം എന്ന് പറയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമാണ്. അപ്പം പ്രകൃതി നിർമ്മിതങ്ങളായ ഈ ഇന്ദ്രിയങ്ങളും ജീവനും സാക്ഷേപ ഘടകങ്ങളാണ്. ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ദ്രിയങ്ങളുള്ളൂ. ജീവനില്ലാത്ത ശരീരങ്ങളിൽ ഇന്ദ്രിയങ്ങളൊന്നുമില്ല. ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിലേ ജീവത്വമുള്ളൂ. അതോ ജീവതലത്തിൽ നിന്നുകൊണ്ട് എന്തിനുണ്ടായി, ഇതിൽ ആദ്യമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. ആരാണ് ആദ്യം ഉണ്ടായത്? പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ആദ്യം ഉണ്ടായോ, ശരീരം ആദ്യം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒരിക്കലും കിട്ടുകയില്ല. അതിന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവയ്ക്ക് രണ്ടിനും ആശ്രയമായ ഈശ്വരനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ കണ്ടെത്തുന്നതോടുകൂടി ഈ ജീവജടഭാവങ്ങളൊക്കെ അസ്തമിക്കും. ഇതൊക്കെ മായയാണ്, ഇതൊക്കെ ഇല്ലാത്തതാണ്, ഭ്രമമാണ് എന്ന് മനസ്സിലാവും. അത് പറഞ്ഞാൽ ജീവൻ സനാതന സത്യത്തിന്റെ അഭിന്നമായ സനാതന സത്യസ്വരൂപനായ പരമാത്മാവിന്റെ അല്ലെങ്കിൽ പരമാത്മാവിന്റെ ഒരു അംശം മാത്രമാണ് ജീവാത്മാവ് എന്ന് മനസ്സിലാകും. അങ്ങനെ തെളിയുന്ന സത്യസ്ഥിതിയാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ. ഇന്ദ്രിയങ്ങളുടെ നിരന്തര സമ്പർക്കമാണ് ജീവന് ജഗത്ഭ്രമം ഉണ്ടാക്കി സംസാര ക്ലേശത്തിന് കാരണമായി തീരുന്നത്. അപ്പം ആ ഇന്ദ്രിയങ്ങളെ ഉപേക്ഷിച്ച്, മനസ്സിനെ ഉപേക്ഷിച്ച് അതിന് സാക്ഷിയായി നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അങ്ങനെ ജീവിക്കുന്നവരെയാണ് നമ്മുടെ യോഗനിഷ്ഠന്മാരായിട്ടൊക്കെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് അവർ നിസ്സംഗരായിട്ടിരുന്ന് യാതൊരു ദുഃഖവും അനുഭവിക്കാതെ എപ്പോഴും ആനന്ദമഗ്നരായിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഇങ്ങനെ 6 ഇന്ദ്രിയങ്ങളെ നിത്യസഹചാരികളായി അംഗീകരിക്കുന്ന ജീവൻ മാംസസ്ഥിതമായ സ്ഥൂല ശരീരത്തിൽ കടന്നു ചെല്ലുന്നതും അവയിൽ നിന്ന് ഇറങ്ങിപ്പോടുന്നതും ഈ സഹചാരികളും ഒരുമിച്ചാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതായത് 6 ഇന്ദ്രിയങ്ങളാണ് ബേസിസ്. അതിന് പിന്നെ ഒരുപാട് ഉപ ഇന്ദ്രിയങ്ങൾ, ഉപപ്രാണങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 5 പ്രാണൻ, പിന്നെ അതിന് ഉപപ്രാണങ്ങള്, കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, മനസ്സ്, അന്ധകരണം, ബുദ്ധി, ചിത്തം എന്നൊക്കെ പറഞ്ഞ അതിനെ ഒരുപാടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. പക്ഷെ ഭഗവാൻ പറയുന്നു ബേസിസ് ആയിട്ടുള്ളത് ഈ പഞ്ചേന്ദ്രിയങ്ങളും ഈ മനസ്സുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ 6 ഇന്ദ്രിയങ്ങൾ എപ്പോഴും നമ്മുടെ സഹചാരികളായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. ആ ജീവന് ദംശമുണ്ട്. അപ്പൊ മാംസാസ്ഥിമയമായ സ്ഥൂല ശരീരത്തിൽ കടന്നു ചെല്ലുന്നു. ഈ 6 ഇന്ദ്രിയങ്ങളോടുകൂടി അതേ നിത്യസഹചാരികളായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഈ ജീവാത്മാവ്, സൂക്ഷ്മശരീരിയായ ജീവാത്മാവ് ഒരു സ്ഥൂല ശരീരത്തിൽ പ്രവേശിക്കുന്നു. അതിൽ ആ സ്ഥൂല ശരീരത്തിൽ എന്തുണ്ട്? മാംസമുണ്ട്, അസ്ഥിയുണ്ട്. മാംസം അസ്ഥി കൊണ്ടാണ് സ്ഥൂല ശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ കടന്നു ചെല്ലുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത് ഈ സഹചാരികളും ഒരുമിച്ചാണ്. കടന്നു ചെല്ലുന്നതും ഈ 6 ഇന്ദ്രിയങ്ങളും
ഒരുമിച്ചിട്ടാണ്. ഇറങ്ങി പോകുമ്പോഴും ഈ 6 ഇന്ദ്രിയങ്ങളും കൂടെ പോകും. അതായത് ജീവിച്ചിരിക്കുമ്പോ സ്ഥൂല ശരീരത്തിൽ ഈ 6 ഇന്ദ്രിയങ്ങളും ഉണ്ടല്ലോ, അത് നമുക്കറിയാമല്ലോ. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എപ്പോഴും കൂടെ സന്തത സഹചാരിയാണ്. അതുകൊണ്ട് എന്താ, മരിച്ചു പോകുമ്പോഴോ ശരീരം ഉപേക്ഷിച്ചു പോണു. സ്ഥൂല ശരീരത്തിൽ ഇതൊന്നും കാണില്ല. സ്ഥൂല ശരീരത്തിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളും ഇല്ല, മനസ്സുമില്ല. നമുക്ക് മനസ്സിലാവുന്നു, എനിക്കറിയാമല്ലോ, നമുക്ക് അനുഭവം ഉള്ളതല്ലേ അത്. അപ്പൊ അതാണ് അതിനെ പറ്റി ഭഗവാൻ അടുത്ത പദ്യത്തിൽ വെളിപ്പെടുത്തുകയാണ്. ശരീരം യഥവാപ്നോതി യച്ഛാച്യുത്കാമാദീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ഈശ്വരനാരാണ്? ദേഹത്തിന്റെ രക്ഷിതാവായ ഈ ജീവൻ, ഈ ജീവാത്മാവ് പരമാത്മാവിന്റെ അംശമാണ്. ഈ ദേഹത്തെ ഉള്ളിലിരുന്ന് രക്ഷിക്കുന്ന ചൈതന്യമാണ് ഈ ഈശ്വരൻ. അങ്ങനെ ഇറങ്ങിപ്പോയാൽ ജീവൻ സ്ഥൂല ശരീരത്തിന് പിന്നെ ഒന്നും ചെയ്യാനില്ല, അല്ലേ? ശരീരം, ഏത് ദേഹത്തെ അവന് പ്രാപിക്കുന്നുവോ, യച്ഛത് അഭി, ആ ദേഹത്തെ വീണ്ടും വിട്ടുപോകുന്നുവോ. ഒരു ശരീരത്തിലേക്ക് ഈ ജീവാത്മാവ് പ്രവേശിക്കുന്നു. ഈശ്വരൻ, ദേഹത്തിന്റെ രക്ഷിതാവായ ജീവാത്മാവ് ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരൻ എപ്പോഴാണ് ഒരു ശരീരത്തിൽ ഈ 6 കാര്യങ്ങളോടുകൂടി പ്രവേശിക്കുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണോ ഈ ശരീരത്തെ വിട്ടുപോകുന്നത്, അപ്പോഴും ഈ 6 ഇന്ദ്രിയങ്ങളെയും ഗൃഹത്വ, കൂട്ടിക്കൊണ്ട് വരുന്നു, കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അതാണ് പ്രാപിക്കുക, ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ആശയാത്, പൂവിനിൽ നിന്നും വായു ഗന്ധാൻ ഇവ, വായു കാറ്റ് ഗന്ധാനിവ, വാസനകളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ. അതായത് ഒരു ഉപമ പറയുകയാണ് ഭഗവാൻ ഇവിടെ. ദേഹത്തിന്റെ രക്ഷിതാവായ ഈ ജീവൻ, ഈ ജീവാത്മാവ് ഏത് ദേഹത്തെ പ്രാപിക്കുന്നുവോ, ഏത് ദേഹത്തെ വീണ്ടും വിട്ടുപോകുന്നുവോ, ഈ 6 ഇന്ദ്രിയങ്ങളെയും കൂട്ടിക്കൊണ്ട് തന്നെ വരികയും ചെയ്യും, കൂട്ടിക്കൊണ്ട് തന്നെ പോവുകയും ചെയ്യും. എങ്ങനെ? ഒരു പൂവിനുള്ളിൽ കാറ്റ് വാസനകളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പോലെ. പൂവിന് വാസനയുണ്ടെന്ന് നമ്മൾ അറിയുന്നത് കാറ്റ് കൊണ്ടാണ്. അപ്പൊ ഈ കാറ്റ് എങ്ങനെയാണോ പൂവിലെ വാസനയെ നമ്മളെ അറിയിക്കുന്നത്, ഉള്ളിൽ നിന്ന് കൊണ്ടുവന്ന് പുറത്തേക്കും കൊണ്ടുവരുന്നത് ഈ കാറ്റാണ്. അതുപോലെ എന്ന് ഭഗവാൻ പറഞ്ഞു തരാണ്. ഗൃഹത്തൈതാനി സംയാതി, 6 ഇന്ദ്രിയങ്ങളുടെയും കൂടിക്കലർപ്പായ സൂക്ഷ്മ ശരീരത്തിൽ അകപ്പെടുന്ന ബോധമാണ് ജീവൻ എന്ന് നാം കണ്ടു. സൂക്ഷ്മ ശരീരയായ ജീവൻ മാംസാസ്ഥിമയമായ ശരീരത്തിൽ, സ്ഥൂല ശരീരത്തിൽ ജനനം കയറുന്നതിനാണ് ജനനം എന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരയായ ജീവാത്മാവ് 6 ഇന്ദ്രിയങ്ങളെയും കൊണ്ട് ഒരു സ്ഥൂല ശരീരത്തിൽ പ്രവേശിക്കുന്നതിനാണ് ജനനം എന്ന് നമ്മൾ പറയുന്നത്. സൂക്ഷ്മ ശരീരത്തോടു കൂടിയ ജീവൻ സ്ഥൂല ശരീരത്തിൽ വിട്ടിറങ്ങി പോകുന്നതാണ് മരണം. അപ്പം സൂക്ഷ്മ ശരീരം ആയ ജീവാത്മാവ്, നമുക്ക് കാണാൻ പറ്റുമോ ജീവാത്മാവിനെ? നമുക്ക് കണ്ടിട്ടുണ്ടോ നമ്മൾ? ഇല്ല. ആത്മാവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റുമോ എപ്പോഴെങ്കിലും? ഒരിക്കലുമില്ല. പക്ഷേ ആ ജീവാത്മാവ് ഈ 6 ഇന്ദ്രിയങ്ങളോടുകൂടി, മനസ്സും ഈ പഞ്ചേന്ദ്രിയങ്ങളോടും കൂടി ഒരു സ്ഥൂല ശരീരത്തിൽ പ്രവേശിക്കുന്നു. അപ്പം ജനനം ഉണ്ടായി. അതുപോലെ തന്നെ ആ ശരീരത്തിൽ നിന്ന് ഈ 6 കാര്യങ്ങളെയും കൂട്ടിക്കൊണ്ട് ഈ സൂക്ഷ്മ ശരീരിയായ ജീവാത്മാവ് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ മരണം സംഭവിക്കുന്നു. സൂക്ഷ്മ ശരീരത്തെ ഇല്ലാതെയാക്കുന്നതാണ് മോക്ഷം. ഈ സൂക്ഷ്മ ശരീരം എപ്പോഴാണോ, അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുന്നതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ ഉപേക്ഷിച്ച് അപ്പം മോക്ഷം പ്രാപിക്കുന്നത് വരെ സ്ഥൂല ശരീരത്തെ പ്രാപിക്കുമ്പോഴും ഉപേക്ഷിക്കുമ്പോഴും 6 ഇന്ദ്രിയങ്ങളും ജീവൻ കൂടെ കൊണ്ട് നടക്കുന്നു. അതിനുള്ള വഴികൾ ഭഗവാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ, മനോനിയന്ത്രണത്തിലൂടെയൊക്കെ സാധനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തുര്യാവസ്ഥയിലെത്തി ഭഗവാനെ പ്രാപിക്കേണ്ടതും മോക്ഷം പ്രാപിക്കേണ്ടതും ആത്മസാക്ഷാത്കാരം നേടേണ്ടതും പല പ്രാവശ്യമായിട്ട് ഭഗവാൻ അനേകം കാര്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഭഗവാൻ പറയാണ്, ജീവൻ കൂടെ കൊണ്ട് നടക്കുന്ന ഈ 6 ഇന്ദ്രിയങ്ങളെയും പ്രാപിക്കുമ്പോഴും ഉപേക്ഷിക്കുമ്പോഴും കൂടെ കൊണ്ട് നടക്കുകയാണ്. എപ്പോഴാണോ ശരീരത്തിന്റെ രക്ഷിതാവായത് കൊണ്ടാണ് ജീവനെ ഈശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂക്ഷിക്കാനും രക്ഷിക്കാനും എന്തെങ്കിലും ഉള്ളപ്പോഴല്ലേ ഈശ്വരത്വത്തിന് പ്രസക്തിയുള്ളൂ. ജീവൻ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തെ എങ്ങനെയാണ് വേർപെടുത്തി കൊണ്ടുപോകുന്നത്? പൂവിനിൽ നിന്നും കാറ്റ് വാസനകളെ വേർപെടുത്തി കൊണ്ടുപോകുന്നത് പോലെ ജീവൻ സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തെ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഉൾപ്പെട്ട സൂക്ഷ്മ ശരീരത്തെ എങ്ങനെയാണ് വേർപെടുത്തി കൊണ്ടുപോകുന്നത്? നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? കാറ്റ് പോയിതല്ലേ പറയുക. അപ്പൊ കാറ്റ് എങ്ങനെയാണോ പൂവിലെ വാസനയെ
വാസനയെ കാറ്റാണ് ആവാഹിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ സൂക്ഷ്മ ശരീരമായ ജീവൻ സ്ഥൂല ശരീരത്തിൽ നിന്ന് ഇതിനെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ കാറ്റ് വാസനകളെ അതിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നു. സ്ഥൂല ശരീരം അതേപടി അവിടെ ഇട്ടിട്ടാണല്ലോ പോകുന്നത്. അതായത് കാറ്റിൽ നിന്നും കാറ്റ് വാസനകളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പൂവിനൊന്നും സംഭവിക്കുന്നില്ല. പൂവിന് ഒരു മാറ്റവും ഇല്ല. പൂവ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പൂവിന്റെ ഉള്ളിലുള്ള ചേതനയായ വാസനയെ മാത്രമേ കാറ്റ് കൊണ്ടുപോകുന്നുള്ളൂ. പൂവ് നഷ്ടപ്പെടുന്നില്ല, പൂവ് താഴെ വീഴുന്നില്ല, പൂവ് നശിച്ചു പോകുന്നില്ല. പൂവ് അവിടെ നിൽക്കും. അതിന്റെ സമയം വരുമ്പോഴേ അത് വാടിപ്പോവുള്ളൂ. അതുവരെ അതവിടെ നിൽക്കും. കാറ്റ് വാസന എടുത്തുകൊണ്ട് പോയതുകൊണ്ട് പൂവിന് നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ സൂക്ഷ്മ ശരീരിയായ ജീവാത്മാവ് ഈ 6 സാധനങ്ങളെയും സ്ഥൂല ശരീരത്തിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ സ്ഥൂല ശരീരം നഷ്ടമാകുന്നു. സ്ഥൂല ശരീരം പിന്നെ അതേപടി അവിടെ ഇട്ടിട്ടാണ് പോണത്. അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് അതിനെ കൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ജീവൻ ഇന്ദ്രിയങ്ങളെയും 6 ഇന്ദ്രിയങ്ങളെയും കൊണ്ട് സ്ഥൂല ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് മരണം സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് ഭഗവാൻ. അപ്പം നമുക്കിനി അടുത്തത് തുടങ്ങിയാൽ തീരുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിർത്താം. അടുത്തത് ഭഗവാൻ പറയുന്നത് ജീവന് 6 ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് ഉപകരിക്കുന്നത്. ഈ 6 ഇന്ദ്രിയങ്ങളെയും കൊണ്ടാണല്ലോ എപ്പോഴും സഞ്ചാരം ജീവാത്മാവ്. അപ്പൊ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നതിനുള്ള ഉത്തരമാണ് ഭഗവാൻ അടുത്ത പദ്യത്തിൽ പറയുന്നത്. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. അതായത് ജീവന് സ്തോത്രമുണ്ട്, ചെവിയുണ്ട്, ചക്ഷുണ്ട്, കണ്ണുണ്ട്, സ്പർശനമുണ്ട്, തൊലിയുണ്ട്, രസനമുണ്ട്, നാക്കുണ്ട്, ഘ്രാണമുണ്ട്, മൂക്കുണ്ട്, അല്ലെ? ഇവയെല്ലാം മനസ്സുണ്ട്. എന്നിട്ട് അധിഷ്ഠിതമായി ആശ്രയിച്ച് വിഷയാൻ ജഡവിഷയങ്ങളെല്ലാം ഉപസേവതെ പിന്തുടർന്നുകൊണ്ട് ഭവിക്കുന്നു. അതായത് ഈ ജീവൻ അവയവങ്ങളുണ്ട്. ഈ രസങ്ങളും വാസനകളൊക്കെ അനുഭവിക്കുവാനുള്ള അവയവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. പഞ്ചേന്ദ്രിയങ്ങളുടെ തന്മാത്രകളായ സ്വഭാവമായ ശബ്ദസ്പർശ രസഗന്ധങ്ങളെ ആസ്വദിക്കുവാനായിട്ടാണ് ഭഗവാൻ എന്ത് നൽകിയിരിക്കുന്നു? ചെവി, കണ്ണ്, തൊലി, നാക്ക്, മൂക്ക് എന്നിവയൊക്കെ തന്നിട്ടുണ്ട്. അതിനെ ആശ്രയിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാ വിഷയങ്ങളെയും അനുഭവിക്കുന്നത്. ത്വക്കുകൊണ്ടല്ലേ നമ്മൾ സ്പർശനം അനുഭവിക്കുന്നത്. മൂക്കുകൊണ്ട് ഘ്രാണിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നാവ് കൊണ്ട് പറയുന്നു, സ്വാദ് അനുഭവിക്കുന്നു, അതുപോലെ കണ്ണുകൊണ്ട് കാണുന്നു. ഇങ്ങനെ എല്ലാത്തിനും വിഷയങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ജഡലോകത്തിലെ വിഷയങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ഭഗവാൻ നമുക്ക് അവയവങ്ങൾ തന്നിരിക്കുകയാണ്. ജഡവിഷയങ്ങളെ പിന്തുടർന്ന് അനുഭവിക്കുവാനുള്ള ഉപകരണങ്ങളാണ് ഇന്ദ്രിയങ്ങളും മനസ്സും. ഇവിടെ ചെവി, കണ്ണ് എന്നൊക്കെ പറയുന്നത് സൂക്ഷ്മ ശരീരത്തിനുള്ള അന്തരീന്ദ്രിയങ്ങളാണ്. അതായത് ഇപ്പൊ നമ്മൾ പറയാണ്, നമുക്ക് ചെവിയുണ്ട്, കണ്ണുണ്ട്, വായുണ്ട്, മൂക്കുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിൽ ആ ജീവാത്മാവിന്റെ മനസ്സ് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ കാണില്ല, കേൾക്കില്ല, ഒന്നുമില്ല. ആ ചൈതന്യം ഇരുന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും, ചെവി കൊണ്ട് കേൾക്കുന്നതും, രസന കൊണ്ട് സ്വാദ് അനുഭവിക്കുന്നതും, വർത്തമാനം പറയുന്നതും, ത്വക്കുകൊണ്ട് സ്പർശനം അനുഭവിക്കുന്നതൊക്കെ. അതുകൊണ്ടാണ് സൂക്ഷ്മ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെയാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. സ്ഥൂല ശരീരത്തിലുള്ള ചെവി, കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ പുറം വാതിലുകൾ, ബാഹ്യേന്ദ്രിയം നമ്മൾ പറയില്ലേ, പുറം വാതിലുകൾ മാത്രമാണ്. സൂക്ഷ്മദൃഷ്ടിയുള്ള ഇന്ദ്രിയഗ്രാഹ്യങ്ങളായ ശബ്ദ വിഷയങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് തന്നെ അനുഭവപ്പെടുന്നതായി നമുക്ക് അനുഭവിക്കാനും കഴിയും. സ്വപ്നാനുഭവം ഇതിന് സ്പഷ്ടമായ തെളിവാണ്. യോഗിമാർക്ക് സവികൽപ്പ സമാധി വേളയിൽ ശബ്ദാദി വിഷയങ്ങളുടെ ദിവ്യയും വികസിതമായ, അതായത് യോഗികളുടെ സമാധികളുടെ വലിയ അവസ്ഥയില് അവർക്ക് ഈ ശബ്ദത്തിന്റെയൊക്കെ വളരെ ദിവ്യമായ ശബ്ദങ്ങൾ കേൾക്കുന്നു, ദിവ്യമായ കാഴ്ചകൾ കാണുന്നു. അവർ സമാധിയിലൊക്കെ ഇരിക്കുമ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ യഥാർത്ഥ സ്ഥിതി അപ്പൊ അവരനുഭവിക്കുകയാണ് സൂക്ഷ്മ ശരീരത്തില്. നമ്മൾ അനുഭവിക്കുന്ന സാധാരണക്കാരായ ജീവജാലങ്ങൾ അനുഭവിക്കുന്നത് ബാഹ്യമായ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ബാഹ്യ ശരീരത്തിലല്ല. ബാഹ്യ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളൊക്കെ ബാഹ്യ ശരീരത്തിലാണ് ഉള്ളത്. കണ്ണും മൂക്കും വായും ഒക്കെ നമ്മുടെ സ്ഥൂല ശരീരത്തിലാണ് ഉള്ളത്. പക്ഷേ ഒരു മൃതദേഹമായി കഴിഞ്ഞാൽ ഇത് വല്ലതും അനുഭവിക്കാൻ പറ്റുമോ? നമ്മുടെ കണ്ണുണ്ട്, നമ്മുടെ ചെവിയുണ്ട്, നമ്മുടെ നാക്കുണ്ട്, നമ്മുടെ ത്വക്കെല്ലാം നമ്മുടെ മരിച്ചു കിടക്കുന്ന ശരീരത്തിലുണ്ടെങ്കിലും
ഈ ഇന്ദ്രിയാനുഭവങ്ങൾ എന്തെങ്കിലും ആ ജഡശരീരത്തിനുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? സൂക്ഷ്മ ശരീരത്തിലാണ് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങൾ ആറും സൂക്ഷ്മ ശരീരം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതില്ല അതില്ലാതെ അത് ഇറങ്ങിപ്പോയപ്പം പിന്നെ സ്ഥൂല ശരീരത്തിൽ ഈ അവയവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് അനുഭവം ഉണ്ടാവില്ല. ലോകത്ത് ആരുടെ ഏതനുഭവം പരിശോധിച്ചാലും ഈ ആറ് ഇന്ദ്രിയങ്ങളുടെ അനുഭവ മണ്ഡലത്തിൽ ഒതുങ്ങുന്നത് കാണാം. ജ്ഞാനേന്ദ്രിയങ്ങൾ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ സമാഹരിക്കുന്നു. മനസ്സ് സങ്കല്പ വികല്പങ്ങളിൽ കൂടി അവയെ പിന്തുടർന്ന് അനുഭവിക്കുവാൻ കൊതിക്കുന്നു. അഹങ്കാരം, ബുദ്ധി, ചിത്തം എന്നിവയെല്ലാം മനസ്സിൽ ഉൾപ്പെടുന്നു എന്ന് കാണണം. മനസ്സിന്റെ ഈ വിഷയാനുതൃഷ്ണ നടപ്പിലാക്കാനുള്ള ഉപകരണം മാത്രമാണ് സ്ഥൂലദേഹം. അതായത് ഈ ആറ് യന്ത്രങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിന് സൂക്ഷ്മ ജീവാത്മാവിന്റെ സൂക്ഷ്മ രൂപം, അതിനുള്ള ഈ ആറ് ഇന്ദ്രിയങ്ങളെ അനുഭവിക്കുവാനായിട്ടാണ് സ്ഥൂല ശരീരത്തിൽ ഈ അവയവങ്ങളുള്ളത്. അപ്പൊ സ്ഥൂല ശരീരത്തിൽ അവയവങ്ങൾ ഉണ്ടെങ്കിലും അതിന് അനുഭവ യോഗ്യത ഉണ്ടാവില്ല. എന്തുകൊണ്ട്? സൂക്ഷ്മ ശരീരത്തിന്റെ ആറ് ഇന്ദ്രിയങ്ങൾ അവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ, അത് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ സൂക്ഷ്മ ശരീരം വെറുതെ തടിയായിട്ട് അവിടെ കിടക്കും, ഒരു അനുഭവവും ഇല്ലാതെ അവിടെ കിടക്കും. അതാണ് സ്ഥൂലദേഹത്തിന്റെ ഒരു ദോഷം. പ്രപഞ്ചം അനന്തമായിക്കൊള്ളട്ടെ, അനുഭവങ്ങൾ അത്യത്ഭുതകരങ്ങളായിക്കൊള്ളട്ടെ, ഇവയെ അനുഭവിക്കുവാൻ ജീവന് ഈ ആറ് ഉപകരണങ്ങളല്ലാതെ ഏഴാമതൊന്നില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ അനുഭവിക്കുവാൻ നമുക്ക് ഈ ആറ് ഇന്ദ്രിയങ്ങളാണ് ഉള്ളത്. മനസ്സ് നഷ്ടപ്പെട്ട ഒരാൾക്ക് ഈ ശരീരത്തിൽ ഈ അവയവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സ് നഷ്ടപ്പെട്ടു പോയ ഒരാൾക്ക്, അതായത് പ്രമാദത്തിന്റെ അവസ്ഥയിൽ മനസ്സിന് യാതൊരു ഓർമ്മയും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ഒന്നും ബാഹ്യലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. അവരവരുടെ സങ്കല്പലോകത്തിൽ ഇങ്ങനെ വിവരിക്കും. അവിടെ അവര് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ല, മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ എത്ര അത്യത്ഭുതകരമായ കാര്യങ്ങൾ ലോകത്ത് നടന്നാലും ജീവന് ഈ സൂക്ഷ്മ ശരീരത്തിന്റെ ആറ് ഉപകരണങ്ങളില്ലെങ്കിൽ, സ്ഥൂലദേഹത്തിൽ ഇല്ലെങ്കിൽ ഒന്നുകൊണ്ടും ഒരു അനുഭവവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ ആറ് ഉപകരണങ്ങളും ഉണ്ടാക്കി തീർക്കുന്ന അനുഭവമാണ് പ്രപഞ്ചാനുഭവം എന്ന് തെളിയുന്നു. ജീവൻ ഈ ഉപകരണങ്ങൾ വെടിഞ്ഞാൽ അതോടെ പ്രപഞ്ചാനുഭവം തീരും. ജീവത്വം പോയി നിഷ്പ്രപഞ്ചമായ ബ്രഹ്മത്വം തെളിയുകയും ചെയ്യും. ഇതാണ് മോക്ഷം. അതായത് ജീവിച്ചിരിക്കുമ്പോ തന്നെ ശരീരത്തിൽ നിന്നും ബോധപൂർവം നമ്മള് ഈ ആറ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ശരീരങ്ങളുടെ ബാഹ്യോന്മുഖമായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ അതിനെ അതീതരായി തീരുമ്പോഴാണ് മോക്ഷം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ബ്രഹ്മതത്വം തെളിയുന്നു വരുന്നത്. പ്രപഞ്ചമൊക്കെ മായയാണ്, ഭ്രമമാണ്, ഈ ആറേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന വെറും മിഥ്യയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന യോഗനിഷ്ഠനായ ഒരാൾക്ക് ജീവിച്ചിരിക്കെ തന്നെ മോക്ഷം പ്രാപിക്കാനായിട്ട് സാധിക്കും. മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് അറിഞ്ഞൂടല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് മോക്ഷവും ആത്മസാക്ഷാത്കാരവും ഈശ്വര സാക്ഷാത്കാരവും ഒക്കെ നമുക്ക് നേടേണ്ടത്. അതിനാണ് നമുക്ക് ഒരുപാട് സാധനാ വിധികളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. ഓക്കെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.